ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടി പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് 9th ചാപ്റ്ററിൽ കയറാം. ഈശോ നമുക്ക് നൽകിയ പുതിയ കൽപ്പന എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഇതാണ് ഈശോ നമുക്ക് നൽകിയ പുതിയ കൽപ്പന. വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അതായത് ഈശോ നമ്മളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ചു നേരം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആഴം എത്രത്തോളാണെന്നുള്ളത്. പേജ് നമ്പർ 59 ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് 9th ചാപ്റ്ററിലേക്ക് പോകാം. 9th ചാപ്റ്റർ ഉടമ്പടിയുടെ ജനം എന്നുള്ളതാണ്. ഇതിൽ ചോദ്യോത്തരങ്ങളിലൂടെ പോകുമ്പം ആ ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇസ്രായേൽക്കാർ ചെയ്ത ഏറ്റവും വലിയ പാപം എന്തായിരുന്നു? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇസ്രായേൽക്കാർ ചെയ്ത ഏറ്റവും വലിയ പാപം എന്തായിരുന്നു? പേജ് നമ്പർ 63 അതിൻ്റെ ആൻസർ ഉണ്ട്. വിഗ്രഹാരാധന ഹെഡിങ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇസ്രായേൽക്കാർ ദൈവത്തോട് ചെയ്ത തെറ്റിലെ ഏറ്റവും വലിയ തെറ്റ്, രക്ഷകനായ ദൈവത്തെ അവർ അവഗണിച്ചു. എന്നിട്ട് അവരുടെ ചുറ്റും കാണുന്ന സൃഷ്ടികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മണ്ണ്, മരം, കല്ല്, മഴ, വെയിൽ, അങ്ങനെ പലതിനെയും ആരാധിക്കാനായിട്ട് പോയി. അപ്പോൾ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും ഗൗരവമുള്ള തെറ്റായിരുന്നു എന്ത്? വിഗ്രഹാരാധന. ഓക്കെ, അടുത്തത്, ദൈവം നൽകിയ കൽപ്പലകകൾ മോശ തകർത്തത് എന്തുകൊണ്ട്? അതിൻ്റെ റീസണിങ് വിഗ്രഹാരാധന തന്നെയാണ്. പേജ് നമ്പർ 63 പറയുന്നുണ്ട്, മോശ സിനായ് മലമുകളിൽ വെച്ച് ദൈവം കൊടുത്ത ഉടമ്പടി ഫലകങ്ങളുമായിട്ട് 2 ഉടമ്പടി ഫലകങ്ങളുമായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ മോശ എന്ത് കാഴ്ചയാണ് കണ്ടേ? മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവൻ്റെ കോപം ആളിക്കത്തി. അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ ദൈവത്തെ മറന്ന് കാളക്കുട്ടിയുടെ ഒരു രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ മോശയുടെ ഹൃദയം തകർന്നു. കാരണം മോശ മലമുകളിൽ പോയി ദൈവത്തോട് 10 കൽപ്പനകൾ ദൈവം തന്നെ തൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ ആ ഫലകങ്ങളുമായിട്ടാണ് മോശ തിരിച്ചു വരുന്നത്. മോശ എന്ത് ചെയ്തു? കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്ത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരുന്നു? മോശ തിരിച്ചു വന്നപ്പോൾ കണ്ട ആ കാഴ്ചയായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉടമ്പടിയുടെ ജനത്തിൻ്റെ പ്രത്യേകതകൾ ഏവ? അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ 64 1 2 3 4. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു. അല്ലെ, ഉടമ്പടി പാലിക്കുന്നവർക്ക് ദൈവം കൊടുത്ത വാഗ്ദാനമായിരുന്നു അത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി തീർന്നു. ദൈവത്താൽ നയിക്കപ്പെടുന്ന ജനമായി തീർന്നു. ദൈവത്തിന് ബലിയർപ്പിക്കുന്ന പുരോഹിത ജനമായി തീർന്നു. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. 4 കാര്യങ്ങളുണ്ട്. അത് നന്നായി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. പുതിയ ഇസ്രായേലായ സഭയിൽ എത്ര തരം കൽപ്പനകളുണ്ട്? നമുക്കറിയാം, 2 തരമുണ്ട്. എന്തൊക്കെയാണ്? ദൈവപ്രമാണങ്ങൾ 10, തിരുസഭയുടെ കൽപ്പനകൾ 5. ഇതെല്ലാവർക്കും അറിയുന്ന ഉത്തരം. നമ്മുടെ 10 കൽപ്പനകളും ഉണ്ട്, തിരുസഭയുടെ 5 കൽപ്പനകളും ഉണ്ട്.